കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവവചനം ധ്യാനിപ്പാനും ഇങ്ങനെ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് അല്പസമയം ധ്യാനിക്കാം. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ പേഴ്സണൽ സ്റ്റഡിയിൽ, പേഴ്സണൽ ധ്യാനത്തിങ്കിൽ കർത്താവ് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗം മത്തായിയുടെ സുവിശേഷം. ചില നാളുകൾക്ക് മുൻപ് ഈ സുവിശേഷം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയും. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ളതാകുന്ന ആ വേദഭാഗമാണ് ഞാൻ വായിപ്പാനായിട്ട് നമുക്കൊരുമിച്ച് ധ്യാനിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 15 മുതൽ 20 വരെയുള്ളതാകുന്ന ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ മത്തായിയുടെ സുവിശേഷം അല്ലെങ്കിൽ മത്തായി സുവിശേഷകൻ അതിനകത്ത് 1-2 വാക്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ശേഷം 17 മുതലുള്ളതാകുന്ന വേദഭാഗം യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ, വിശേഷിച്ച് യെശയ്യാവിൻ്റെ പ്രവചനം 42-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്. സുവിശേഷകന്മാരെല്ലാം തന്നെ കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഴയ നിയമ തിരുവെഴുത്തുകളുടെ നിവൃത്തി, ഇന്നതിന് ഇങ്ങനെ എഴുതിയതിന് ഇതിനാൽ നിവൃത്തി വന്നു, ഇങ്ങനെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു കാര്യം, കർത്താവിന് ഏറ്റവും തൻ്റെ ജീവിതത്തിൽ പ്രാധാന്യതയുണ്ടായിരുന്ന ഒരു കാര്യം തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. ഈസി വേയേക്കാളിലും, എളുപ്പം പോകുന്ന വഴിയേക്കാളിലും കർത്താവിന് എപ്പോഴും അവിടുന്ന് ആഗ്രഹിച്ചതും ജീവിതത്തിൽ ചെയ്തതും തിരുവെഴുത്ത് എന്തു പറയുന്നു, അല്ലെങ്കിൽ തിരുവെഴുത്ത് എങ്ങനെ നിറവേറും. വിശേഷിച്ച് കർത്താവിനെ പിടിപ്പാനായിട്ട് സേവകന്മാരും പടയാളികളും കൂടെ ഒക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, പത്രോസ് വാളെടുത്ത് വെട്ടുന്നു. കർത്താവ് പറയുന്ന മറുപടി എന്താ? വാളുറയിൽ ഇടുക. ഇങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തിന് കമോൺ എങ്ങനെ നിവൃത്തി വരും നോക്കിയാൽ. അപ്പോൾ യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈസി വേ ഔട്ട് എന്നുള്ളത് കർത്താവിൻ്റെ പദ്ധതിയിലില്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ പദ്ധതിയിൽ ഈസി വേ ഔട്ട് ഇല്ല, കുറുക്കു വഴികളില്ല, എളുപ്പ വഴികളില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. പിതാവ് എന്ത് ഡിസൈഡ് ചെയ്തോ അത് മാത്രം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. എനിവേ, നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. കാരണം വേദപുസ്തകം ഞാൻ പറയുന്നതിനേക്കാളും വേദഭാഗം ഞാൻ വിശ്വസിക്കുന്നത് സിമ്പിൾ റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ ഇറ്റ്സെൽഫ് ഈസ് മോർ പവർഫുൾ ദാൻ എ 1 hour or 2 hour സെർമൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. 12-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 15 മുതലുള്ള
ആ വേദഭാഗം 20 വരെയുള്ള വേദഭാഗം ഒന്ന് വായിച്ചേ. ആ ആ യെസ് ആ യെസ് യെസ് ആ യെസ് 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 ശ്രദ്ധിക്കണം. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്. അപ്പോൾ യെശയ്യാ പ്രവചനം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നതിൻ്റെ താല്പര്യം കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെ കർത്താവ് ചെയ്തത് മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം, ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് അറിയാം. കർത്താവ് എന്ത് ചെയ്തു? കമോൺ പ്ലീസ്. 15 വാക്യം നിങ്ങളുടെ വേദപുസ്തകത്തിൽ അതില്ലേ? അതിന് മുകളിൽ എന്ത് ചെയ്തു? യേശു അവിടം വിട്ട് പോയി. ഓക്കെ, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. വളരെ പേർ, കമോൺ ഒന്ന് പറഞ്ഞേ. വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു, അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി. അപ്പോൾ കർത്താവ് തൻ്റെ പിന്നാലെ വന്നവരെ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കുകയും കർത്താവ് ചെയ്ത പ്രവൃത്തികളും കർത്താവ് പറഞ്ഞ വാക്കുകളും നോക്കണം. കർത്താവിൻ്റെ പ്രവൃത്തിയും കർത്താവിൻ്റെ വാക്കുകളും അതിനെക്കുറിച്ച് വിവരിച്ചിട്ട് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്ന് ഒരു ഉദ്ധരണി എടുത്തിട്ട് പറയുക, എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ അപ്പോൾ അത് നിവൃത്തിയാകുവാൻ, അപ്പൊ കർത്താവ് ചെയ്തതും പറഞ്ഞതും നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഇനി എന്താണ് കർത്താവിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായത്? നമ്മൾ വേദപുസ്തകം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മൾ അല്പം ഒന്ന് മെനക്കെടാമെങ്കിൽ, അല്പം ഒന്ന് സമയം കണ്ടെത്താമെങ്കിൽ, അല്പം ഒന്ന് പ്രാർത്ഥനയിൽ ചെലവഴിക്കാമെങ്കിൽ വേദപുസ്തകം മനസ്സിലാകാൻ ഒരു പാടുമില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, എന്താ കർത്താവിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായത്? ആ ഉദ്ധരണിയാണല്ലോ, അല്ലേ? ആണോ അല്ലയോ? ആണോ? അപ്പം അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായത് എന്താണെന്ന് മനസ്സിലാകുമ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കാനുണ്ടായ കാര്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവാകുന്ന ദൈവം പ്രസാദിക്കാനുണ്ടായ കാരണം തിരിച്ചറിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും വരയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാവും? ദൈവം പ്രസാദിക്കും. കമോൺ, ദൈവം പ്രസാദിക്കും. നമ്മൾ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് അവിടെ ഉള്ളതാകുന്ന ഒരു പദപ്രയോഗം ഇങ്ങനെയാണ്: ഹിയർ ഈസ് മൈ സെർവൻറ്റ് whom I have chosen, the one I love, in whom I delight. ഈ വ്യക്തി, പിതാവാകുന്ന ദൈവം പറയുക, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസന. 2, I love him. ഞാനെന്ത് ചെയ്യുന്നു? എൻ്റെ പ്രിയനാണവൻ. I love him. ഈ 2 കാര്യങ്ങളും എല്ലാ ദൈവമക്കളെ കുറിച്ചും ശരിയാണ്. എന്തൊക്കെയാണ്? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഒരു കൂളായിട്ടിരിക്കുന്നേ, ഒന്ന് ഉത്സാഹിച്ചേ. എന്നെ ഈ പറയുന്നത് തിരിയുന്നില്ലാഞ്ഞിട്ടാണോ, അതോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ, അതോ ഗസ്റ്റ് പാസ്റ്ററെ പ്രതീക്ഷിച്ചു വന്നു, അയ്യോ ഇങ്ങേരാണോ എന്നുള്ളൊരു
പ്രയാസം കൊണ്ടാണോ? എന്നാ? കമോൺ, ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കര പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. എനിക്ക് പ്രയോജനപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രയോജനപ്പെടണമെന്ന് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ എന്നോട് സംസാരിച്ചേ. നിങ്ങളോട് സംസാരിക്കുക. പിന്നെ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ ദൂതൻ്റെ കൈ കൊടുത്തത് എഫെസോസിലെ സഭയ്ക്കുള്ളതാ അല്ലേ? അപ്പം IPC ഫെയ്ത്ത് സെൻ്ററിലെ സഭയുടെ ദൂതന് തന്നു. അത് എനിക്കും ഉള്ളതാ, നിങ്ങൾക്കും ഉള്ളതാ. മനസ്സിലാക്കണേ. അപ്പം എൻ്റെ കയ്യിലാണ് ഏൽപ്പിക്കുന്നേ. എഫെസോസ് സഭയ്ക്ക് കൊടുക്കാനുള്ളത് പിന്നെ സ്മുർണ സഭയുടെ ദൂതൻ്റെ കയ്യിലല്ല കൊടുത്തേ, എഫെസോസ് സഭയുടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് കമോൺ, നമുക്കൊന്നിച്ച് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നോട് സംസാരിച്ചു, ദൈവം നിങ്ങളോട് സംസാരിക്കുക, അത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. അപ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പിതാവ് തിരഞ്ഞെടുത്ത ദാസൻ, ദ സെർവൻ്റ് ഓഫ് ദ ലോഡ്, ദ സെർവൻ്റ് ഓഫ് ദ ലോഡ്. എന്തുകൊണ്ടാണ്? ഞാൻ പ്രിയപ്പെടുന്നു, ഞാൻ തിരഞ്ഞെടുത്തു. ഇതെല്ലാം ആ സെർവൻ്റ് ഓഫ് ദ ലോഡിനെ കുറിച്ച് പറയുക, ദാസനെ കുറിച്ച് പറയുക. നമ്മളെക്കുറിച്ചും അത് ശരിയാണ്. എന്നാൽ മൂന്നാമത് പറയുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. I have chosen him, I love him, but I also delight in him. അപ്പം നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. Does God delight in me? അതാ ചോദ്യം. തെരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാ, സ്നേഹിക്കുന്നു എന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ ദൈവം എന്നിൽ ഡിലൈറ്റ് ചെയ്യുന്നോ? ഡിലൈറ്റ് ചെയ്യുന്നോ? അതാ വിഷയം. അത് ഭയങ്കര വിഷയമാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് ഗോഡ് ഡസൻറ്റ് ഡിലൈറ്റ് ഇൻ മീ, ഒരു യൂസുമില്ല എൻ്റെ ജീവിതം കൊണ്ട്. ഞാൻ സുവിശേഷകനാകാം, പാസ്റ്ററാകാം, ഒത്തിരി പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, യൂട്യൂബിൽ ഒത്തിരി പ്രസംഗങ്ങളുണ്ടാകാം. ഇഫ് ഗോഡ് ഡസൻറ്റ് ഡിലൈറ്റ് ഇൻ മീ, ദർ ഇസ് നോ യൂസ് അൾട്ടിമേറ്റ്ലി. അതാ വിഷയം, അതാ വിഷയം. ആത്യന്തികമായിട്ട് ദൈവം നമ്മിൽ ഡിലൈറ്റ് ചെയ്യുന്നുണ്ടോ? ദൈവം നമ്മിൽ സന്തോഷിക്കുന്നുണ്ടോ? ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ? അതാ വിഷയം. യേശു കർത്താവിൻ്റെ ഒറ്റ ചിന്തയുള്ളായിരുന്നു, കം വാട്ട് മേ, the scriptures should be fulfilled in me. അതായിരുന്നു കർത്താവിൻ്റെ ലക്ഷ്യം അല്ലേ? തിരുവഴുത്ത് എന്നിൽ എന്ത് ചെയ്യണം? നിവർത്തിയാകണം. അപ്പൊ യേശു കർത്താവിൻ്റെ താല്പര്യം തിരുവഴുത്ത് നിവർത്തിയാകുന്നതായിരുന്നെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും താല്പര്യം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങൾക്കും അപ്പുറം ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ വചനവും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നതാ നമ്മുടെ താല്പര്യമെങ്കിൽ, ഗോഡ് ഡിലൈറ്റ്സ് ഇൻ ദാറ്റ്. ദൈവം അതിൽ ഡിലൈറ്റ് ചെയ്യുന്നു. എൻ്റെ നമ്മുടെ ഉള്ളിലെ താല്പര്യം ദൈവം എന്നിൽ ഡിലൈറ്റ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ദൈവത്തിന് അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. നാം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതിലല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം ഡിലൈറ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞ് ചെയ്യണ്ടെന്നല്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുമോ? ഇല്ല. നമ്മൾ മീഖായുടെ പ്രവചനമൊക്കെ വായിച്ചാൽ ഞാനത് സ്ക്രിബിൾ ചെയ്ത് എഴുതി വെച്ചേക്കുന്ന വേദഭാഗങ്ങളാണ്. അതിൽ ദൈവം പ്രസാദിക്കുമോ? ദൈവം എന്നിൽ ഡിലൈറ്റ് ചെയ്യുമോ? മീഖ 6:7 ഒന്ന് വായിച്ചേ. ഞാൻ പല ദിവസങ്ങൾക്ക് മുൻപ് ഒന്ന് ഉറക്കെ ഒന്ന് ഒച്ചത്തിലൊന്ന് വായിച്ചേ. 1000 ആട്ടുകൊറ്റനിലും
ശ്രദ്ധിച്ചേ, 1000 ആട്ടുകൊറ്റനിലും, ഒന്ന് ശ്രദ്ധിച്ചേ, 10,000 തൈല നദി, അതിൽ യഹോവ പ്രസാദിക്കുമോ? അതൊരു റെക്ടോറിക്കൽ ക്വസ്റ്റ്യനാ. എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്? ഉത്തരവുണ്ട്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അതിൻ്റെ അർത്ഥം നോ, പ്രസാദിക്കുന്നില്ല. പ്രസാദിക്കുന്നില്ല. പിന്നെ മീഖ 6:8 വായിച്ചേ. ഓ, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ ന്യായം പ്രവർത്തിക്കുവാനും, നോയിക്കേ, ദയാതൽപരൻ, കമ്പാഷൻ. പിന്നെന്താ? ന്യായം പ്രവർത്തിക്കുക. പിന്നെന്താ? ദയാതൽപരനായിരിക്കുക. പിന്നെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഹ്യൂമിലിറ്റി ഓഫ് ഹാർട്ട്, താഴ്മയോടെ ജീവിക്കുക. താഴ്മയോടെ ജീവിക്കുക, ദയുള്ളവനാകുക. ദൈവ ഇഷ്ടത്തിന് മനുഷ്യന്റെ ഇഷ്ടത്തെക്കാളും പ്രാധാന്യം നൽകുക. അതിൽ ദൈവം എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുന്നു. അതിലാ ദൈവം പ്രസാദിക്കുന്നത്, നാം എന്തെങ്കിലും ചെയ്യുന്നതിലല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്നല്ല. ദൈവത്തിൻ്റെ ഡിലൈറ്റ് എന്നിൽ വരണമെങ്കിൽ നമ്മൾ ഇനി ഈ വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. എനിക്ക് 1-2 കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് മുൻപോട്ട് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഈ വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി മാത്രമല്ല. വീണ്ടെടുക്കാൻ, അതാ പ്രൈമറി ആയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ വീണ്ടെടുക്കാനാണ്. പ്രൈമറി എയിം അതാ. എന്നാൽ അത് മാത്രമല്ല അതിൽ സംഭവിച്ചത്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് സംഭവിച്ചു. അത് യേശു കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അതുമായിട്ട് എന്നാ ബന്ധം? ഒത്തിരി ബന്ധമുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ പലർക്കും ഇത് ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. യേശു കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും ഒരു ബോധവുമില്ല നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ. ഒരു ബോധവുമില്ല. എന്തിനാ നമ്മുടെ ആൾക്കാരെന്ന് ഞാൻ പറയുമ്പം ഉപദേശിമാരെ കുറിച്ചാണ് പറഞ്ഞത്, ഞങ്ങളെക്കുറിച്ചാണ്. ഒരു ബോധവുമില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. യേശുവിൻ്റെ ജീവിതം മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾ പഠിക്കാമെങ്കിൽ, ആ ജീവിതം എൻ്റെ ജീവിതമാകണമേ എന്ന് ആഗ്രഹിക്കാമെങ്കിൽ വേറെ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. അതിനകത്ത് കംപ്ലീറ്റ് ആകും ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം അതിൽ സമ്പൂർണ്ണമാകും. കാരണം പെർഫെക്റ്റ് ലൈഫ് എന്ന് പറയുന്നത്, അനുകരിക്കാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ലൈഫ് എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ജീവിതമാണ്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും, യേശു ദൈവമല്ലായിരുന്നോ? ഞാൻ മനുഷ്യനല്ലേ? അതെ, യേശു ദൈവമായിരുന്നു. പക്ഷെങ്കിൽ ദൈവമാകുന്ന യേശു ദൈവം എന്ന നിലയിലല്ല ഭൂമിയിൽ ജീവിച്ചത്. എന്നെ നിങ്ങളെ പോലെ മനുഷ്യനായിട്ട് ജീവിച്ചു. എന്നെ നിങ്ങളെ പോലെ പിതാവിൻ്റെ ഹിതം ചെയ്യാൻ വേണ്ടി ജീവിച്ചു. അല്ലെങ്കിൽ ഞാൻ നിങ്ങളും ആകേണ്ടതുപോലെ എന്നെയും നിങ്ങളെയും പോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ യേശു ജീവിച്ചു. അങ്ങനെ യേശു ജീവിച്ചത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ജീവിതം എനിക്ക് മാതൃകയാകുന്നത്. കാരണം യേശു എന്നെപ്പോലെ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. എന്നെപ്പോലെ തന്നെ മനുഷ്യനാകുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ദൈവപ്രസാദത്തിനുള്ള എൻ്റെ മാതൃക.
ഡിലൈറ്റ്. ഹൗ പിതാവ് പുത്രനിൽ ഡിലൈറ്റ് ചെയ്തതുപോലെ എന്നിൽ പിതാവ് ഡിലൈറ്റ് ചെയ്യണമെങ്കിൽ യേശുവിൻ്റെ ജീവിതം ഞാൻ പഠിക്കണം, അതെൻ്റെ ജീവിതത്തിലേക്ക് വരണം. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഈ പ്രധാനമായിട്ട് അവിടെ 3 കാര്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന്, കർത്താവിന് എപ്പോഴും താല്പര്യം, അത് ഞാൻ അല്പം ചില കാര്യം പറഞ്ഞു, എപ്പോഴും താല്പര്യം പിതാവിൻ്റെ ടൈമിംഗ് ആയിരുന്നു. ഞാൻ വ്യക്തമാക്കാം, ഞാൻ ആ ഭാഗത്തു നിന്ന് ആ കാര്യം തെളിയിച്ചു തരാം. പിതാവിൻ്റെ ടൈമിംഗ് ആയിരുന്നു കർത്താവിന് എപ്പോഴും താല്പര്യം. തൻ്റെ ടൈമിംഗ് കർത്താവ് ആഗ്രഹിച്ചില്ല. നമ്മൾ വായിക്കുന്നില്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7:8 കർത്താവ് എന്നാ പറയുന്നേ? എളുപ്പം എടുത്ത് വായിച്ചു. കർത്താവിൻ്റെ സഹോദരന്മാർ ചോദിച്ചു, പെരുന്നാളിന് നീ വരുന്നില്ല? അതിൻ്റെ മോളിൽ പറഞ്ഞേക്കുന്നത് എന്നാ? പ്രസിദ്ധനാകുവാൻ നീ ചെയ്യുന്ന ഈ അത്ഭുത പ്രവൃത്തിയൊക്കെ നീ ഫേമസ് ആകാനാണ് താല്പര്യമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണല്ലോ നീ. കർത്താവിൻ്റെ സഹോദരങ്ങളും എന്ത് ചെയ്തു? കർത്താവിനെ എന്ത് ചെയ്തു? തെറ്റിദ്ധരിച്ചു. ഫേമസ് ആകാനുള്ളവരൊന്നും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അവിടെ അപ്പം ഉടനെ കർത്താവ് പറയുന്ന മറുപടി എന്താ? എൻ്റെ സമയം ഇതുവരെ. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ ഈ പെരുന്നാളിന് ഇപ്പൊ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഗലീലയിൽ തന്നെ പാർത്തു. എന്നാൽ അതേ തുടർന്ന് കർത്താവ് എന്ത് ചെയ്തു? പെരുന്നാളിന് പോയി. യേശു ചെയ്ത യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താ? കാനായിലെ കല്യാണത്തിന്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, മറിയ വന്ന് പറയുമ്പോൾ, കർത്താവിനോട് വന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു മറുപടി, അതായത് അവർക്ക് വീഞ്ഞില്ല. ഉടനെ പറയുന്നത് എന്താ? സ്ത്രീയെ എന്നിട്ട് അടുത്തത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നോക്കിയേ, കർത്താവ് പറയുന്ന ഒരു കാര്യം, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടുത്തെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജീവിച്ചത് പിതാവിൻ്റെ ടൈമിംഗ് അനുസരിച്ച് മാത്രമായിരുന്നു. പിതാവിൻ്റെ ടൈമിങ്ങിന് വെളിയിൽ യേശു കർത്താവിന് യാതൊരു അജണ്ടയും ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉപദേശിമാരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു പാട്ടൊക്കെ പാടും. ഇന്ന് നമുക്ക് സമയമില്ലല്ലോ, അല്ലെ നമുക്കൊരു പാട്ടൊക്കെ പാടായിരുന്നു. അതുകൊണ്ടായിരുന്നു കൈയൊക്കെ ഒന്ന് അടിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക. നോക്കുക, കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും എന്തായിരുന്നു? പിതാവിൻ്റെ ടൈമിംഗ് അനുസരിച്ച്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ചവൻ്റെ. അപ്പോൾ കർത്താവിനൊരു ഇഷ്ടമുണ്ട്. നമ്മളതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ്. കർത്താവിനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് ഒരിക്കലും എന്ത് ചെയ്തില്ല? തൻ്റെ ഇഷ്ടപ്രകാരം അല്ല ഈ ഭൂമിയിൽ ജീവിച്ചത്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഡിലൈറ്റ് ചെയ്യും. പിതാവിൻ്റെ ഇഷ്ടം ആരാഞ്ഞിട്ട് അത് ചെയ്യാനുള്ള താല്പര്യവും വാഞ്ചയും എന്നിലുണ്ടെങ്കിൽ, നിങ്ങളിലുണ്ടെങ്കിൽ, പിതാവ് ഡിലൈറ്റ് ചെയ്യും. മറന്നു പോകരുത്. ഇനി ഇവിടെ നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണം. ഈ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുപോകാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായി. കാരണം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
നോക്കുക, അതിൻ്റെ കാരണം യേശു ശബത്തിൽ സൗഖ്യമാക്കി, അതാ വിഷയം. അപ്പോൾ പരീശന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? യേശുവിനെ എന്ത് ചെയ്തു? കമോൺ, നോക്കുക, അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവിന് വിരോധമായിട്ട് എന്ത് ചെയ്തു? ആലോചിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അനേക സന്ദർഭങ്ങളിൽ അങ്ങനെ വിട്ടുപോകുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. 1-2 വേദഭാഗം ഒന്ന് വായിച്ചേ. ഞാനൊരു ചിന്ത നിങ്ങളോട് അതിനുള്ള ബന്ധത്തിൽ പറയാൻ താല്പര്യപ്പെടുകയാണ്. 4:12 ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം തന്നെ 4:12. നോക്കാം, യോഹന്നാനെ തടവിലിട്ടെന്ന് കണ്ടപ്പോൾ യേശു എന്ത് ചെയ്തു? ഗലീലയ്ക്ക് ഹി വിഡ്രൂ എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടുള്ള ആ ശുശ്രൂഷയിൽ നിന്ന് കർത്താവ് വിഡ്രൂ ചെയ്തു, വാങ്ങിപ്പോയി. അടുത്തത് 14:13 ഒന്ന് വായിച്ചേ. അതേ സുവിശേഷം മത്തായി 14:13. അത് കേട്ടിട്ടെന്ന് പറയുമ്പോൾ യോഹന്നാനെ കൊന്നു എന്ന് കേട്ടിട്ട് യേശു എന്ത് ചെയ്തു? വേറിട്ട് വാങ്ങിപ്പോയി, നിർജ്ജനമാ. അത് കേട്ടപ്പോൾ യോഹന്നാൻ തടവിലായെന്ന് കേട്ടപ്പം വിഡ്രോ ചെയ്തു. കൊന്നെന്ന് കേട്ടപ്പം പിന്നെ വാങ്ങിപ്പോയി നിർജ്ജന പ്രദേശത്തേക്ക്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? അതാ അതിൻ്റെ ഉത്തരം. അത് നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. ഒരു വേദഭാഗം കൂടെ ഞാൻ ഒന്ന് വായിച്ചിട്ട് ആ വിഷയം ഒന്ന് വിശദീകരിക്കാം. കാരണം ഒരു തിരുത്തലിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് 26:45 ഒന്ന് വായിച്ചേ. മത്തായി 26:45. നാഴിക അടുത്തു. നോക്കിയേ, കർത്താവിനറിയാം നാഴിക എന്ത് ചെയ്തു? അടുത്തു. ശ്രദ്ധിക്കണേ, വേദപുസ്തകം ഞാൻ ഈ പറയുന്ന ഓരോ വാക്ക് നിങ്ങൾ കുറിക്കൊള്ളണം. നാഴിക അടുത്തു. The hour has come. എന്തിന്? നോക്കുക, അപ്പോൾ കർത്താവ് എന്ത് മിഷന് വേണ്ടി ഈ ലോകത്തിൽ വന്നോ ആ നാഴിക എന്ത് ചെയ്തു? അടുത്തു. അടുത്തപ്പോൾ കർത്താവ് തന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ആരെ തിരയുന്നു? നസറേയനാകുന്ന യേശുവിനെ. എന്നെ തിരയുന്നത് ഇവർ പൊക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ചെന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞ് താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, ഈ വേദഭാഗം വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഞാനിത് ഒരു കറക്ഷൻ്റെ ആവശ്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലായിരിക്കും, ഒരു പക്ഷേ നിങ്ങൾ പിന്നീട് അത് കേട്ട് കഴിഞ്ഞാലെങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറയുക. ദയവായിട്ട് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ടവൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു ആ വീഡിയോയുടെ ഇന്ന മിനിറ്റ് തൊട്ടൊന്ന് കാണാൻ പറഞ്ഞു. ഞാനത് കണ്ടു. അതിനകത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല, അടുത്ത സമയത്ത് അമേരിക്കയിൽ നടന്ന ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ. അതിനകത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞേ, യേശു കർത്താവ് എന്തിനാ ആദ്യം വാങ്ങിപ്പോയത്? ആദ്യം ഒളിച്ചു പോയല്ലോ കർത്താവ്. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താ യേശു കർത്താവ് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതിൻ്റെ കാരണം ഈ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അദ്ദേഹം എടുത്തത്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിനും നേരത്തെ ഒഴിവാകി പോകുന്നത്, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പള്ളിയിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേൽ പതിഞ്ഞിരുന്നു. അവരെല്ലാവരും കൂടെ ഒടുവിൽ, കാരണം നയമാൻ്റെ കാര്യവും സരേഫാത്തിലെ വിധവയുടെ കാര്യമൊക്കെ സരേഫാത്തിലെ വിധവയുടെ കാര്യവും നയമാൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം അവരെല്ലാം കൂടെ കർത്താവിനെ ഈ തിരുവഴുത്തിന് എന്നിൽ നിവൃത്തി വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ ചെന്ന് പട്ടണം പണിത ആ മലയുടെ അഗ്രത്ത് കൊണ്ടുവന്ന് വെച്ച് അതിനെ തലകീഴായിട്ട് യേശു അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി എന്ന് പറയുന്ന ആ വേദഭാഗം എടുത്തിട്ട് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം
നോക്കിയേ, അവിടെ എല്ലാം കർത്താവ് നടന്നുപോയി. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, എങ്കിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അങ്ങ് പറയുക. കർത്താവ് എന്തുകൊണ്ടായതിന് കാരണം അദ്ദേഹം പറഞ്ഞു, അതിനിപ്പുറം ഒരു അത്താഴം നടന്നു. അതെന്താ അത്താഴത്തിൻ്റെ പ്രത്യേകത? അത്താഴത്തിൽ കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം, എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്, അപ്പം എടുത്തു 12 കഷണമാക്കി, 12 കഷണമാക്കിയിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. എന്നിട്ട് അദ്ദേഹം ഓഡിയൻസിനെ കൊണ്ട് പറഞ്ഞു, ഇപ്പം യേശു എവിടാ? ഇപ്പം യേശു എവിടാ? കേട്ടെ, ഇപ്പം ശിഷ്യന്മാരുടെ ഉള്ളിലാ യേശു. കേട്ടോണേ, ശിഷ്യന്മാരുടെ ഉള്ളിലാണ് യേശു. അപ്പോൾ അത്താഴം കഴിഞ്ഞപ്പോൾ യേശു പറയാ, ഞാനിതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും എന്നെ എന്തോ ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇരിക്കുക. ഇത് കേട്ടപ്പോഴത്തേനും ജനമൊക്കെ അങ്ങ് ആർത്ത്. ഞാൻ പേര് പറയുന്നില്ല, സ്ഥലം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ എന്തോ ഒരു അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കത്തോലിക്കർ ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നൊരു ഒരു ഉപദേശമുണ്ട്, കേട്ടിട്ടുണ്ടോ? രൂപാന്തരം, എന്തുവാ, രൂപമാറ്റം സംഭവിക്കുക. എന്തിനാ? അപ്പം വിഞ്ഞിനും. ഞാൻ നോക്കിയിട്ട് അത് ഇതിനേക്കാളും ഭേദമാണ്, ഈ പറഞ്ഞതിനേക്കാളും ഭേദമായിട്ട് എനിക്ക് തോന്നുന്നു. നോ, അതല്ലെന്നുള്ളത് വേദപുസ്തകം. ഞാൻ അത് പറയാൻ വേണ്ടി ഇതൊരു കറക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അല്ല. നമുക്ക് ഈ ഒരു താല്പര്യം ഉണ്ടല്ലോ, ഈ വിയേഡായിട്ട് വൈൽഡായിട്ട് ആരും പറയാത്ത ഒരു കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ജനങ്ങളൊക്കെ ഇങ്ങനെ കണ്ണ് പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഈ പ്രസംഗങ്ങൾക്കുള്ളൊരു സോക്കേടാ അത്, കേട്ടോ, ഒരു അസുഖമാണ് അത്. ജനങ്ങളൊക്കെ ഇങ്ങനെ കണ്ണ് പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇച്ചിരി ആരും പറയാത്തൊരു കാര്യം ഞാനിത് ചെയ്തു. അത് പക്ഷെങ്കിൽ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. നോ, വളരെ വ്യക്തമാണ്. അതൊന്നുമല്ല അതിൻ്റെ വിഷയം. യേശു എന്തുകൊണ്ടാണ് വാങ്ങിപ്പോയത്? നാഴിക വന്നിട്ടില്ലാഞ്ഞതുകൊണ്ടാണ്. മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിൻ്റെ ജീവിതം പിതാവ് സെറ്റ് ചെയ്ത ക്ലോക്ക് അനുസരിച്ചായിരുന്നു കർത്താവിൻ്റെ ജീവിതം എപ്പോഴും. പിതാവ് പ്രസാദിക്കുന്ന, ഡിലൈറ്റ് ചെയ്യുന്ന ജീവിതം നമുക്ക് താല്പര്യമുണ്ടോ? ആസ്ക് ഗോഡ് ഫോർ ഹിസ് വിൽ ബി ഡൺ. പിതാവ് പ്രസാദിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. അതാ ഒന്നാമത്തെ വിഷയം. കർത്താവിന് എപ്പോഴും അതായിരുന്നു താല്പര്യം. ഈ പറഞ്ഞ തിരുവഴുത്തിന് എന്നിൽ നിവൃത്തി വന്നു. ഇനി നിങ്ങൾ അങ്ങനെ ഈ തിരുവഴുത്തിന് എങ്ങനെ നിവൃത്തി വരും എന്നാ കർത്താവ് ചോദിക്കുന്നത്. നോ, തിരുവഴുത്തിന് നിവൃത്തി വരുന്നതാ എൻ്റെ വിഷയം, അല്ലാതെ ഈസി വേ ഔട്ട് അല്ല. അതല്ല എൻ്റെ വിഷയം. അപ്പോൾ ദൈവത്തിൻ്റെ ടൈമിംഗ്, ദൈവത്തിൻ്റെ ഹിതം, അത് ജീവിതത്തിൽ നിറവേറാൻ താല്പര്യപ്പെടുന്ന ഒരു ജീവിതത്തിൽ ദൈവം ഡിലൈറ്റ് ചെയ്യുന്നു. നമ്മളാരും ആ കാര്യത്തിൽ പെർഫെക്റ്റ് അല്ലായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ നയിക്കുന്ന ഘടകം അതാ വിഷയം. നമ്മളെ നയിക്കുന്ന ഘടകം അതാണോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് കർത്താവിൻ്റെ ജീവിതത്തിൽ അതായിരുന്നു പ്രാധാന്യം. ഇനി അടുത്ത 2 കാര്യങ്ങളുടെ ഞാൻ പെട്ടെന്ന് പറയാം. രണ്ടാമത്തെ വിഷയം, ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ ആ താഴ്മ. എങ്ങനെയാ കർത്താവിൻ്റെ താഴ്മ നമുക്ക് കാണാൻ കഴിയുന്നേ? അതിന് 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 18-ാമത്തെ വാക്യം, വേഴ്സ് 18. അവൻ കലഹിക്കുകയില്ല. അപ്പോൾ നമ്മൾ താഴോട്ട് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യെശയ്യാവ് പ്രവാചകൻ പറഞ്ഞതിന് ഇപ്പം നിവൃത്തി വന്നതാണല്ലോ. എൻ്റെ ഒപ്പം ചിന്തിക്കണേ. നിർത്തണോ? ഞാൻ പെട്ടെന്ന് നിർത്താം. അല്പം ഒരു ലാഗ് ചെയ്യുന്നു. കർത്താവിൻ്റെ ഇഷ്ടം അതായിരുന്നല്ലോ. നമ്മൾ വായിക്കുന്നതും അത് തന്നെയല്ലേ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതിന് നിവൃത്തി വന്നു.
അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതിന് ഇവിടെ നിവൃത്തി വന്നു. എങ്ങനെ നിവൃത്തി വന്നു? അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ദ ഹ്യൂമിലിറ്റി ഓഫ് ജീസസ്. എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? അവിടെ ഹ്യൂമിലിറ്റി വേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം അവിടെ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം, അവിടെ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ ആരംഭം മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ശബത്തിനെ കർത്താവ് ലംഘിച്ചു. അവിടെ ലംഘിച്ചു എന്ന് ഇവർ പറയാൻ കാര്യം എന്നാ? ഈ ശിഷ്യന്മാരെന്ത് ചെയ്തു? കതിര് പറിച്ച് തിന്നു. അതാ വിഷയം. ഉടനെ കർത്താവ് പറയുക, അവർ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാര് അവിഹിതമല്ലാത്തത്. അപ്പം ന്യായമായിട്ടാണ് കർത്താവ് അന്നേരം പറയേണ്ടത്, ശിഷ്യന്മാരെ ഒന്ന് തർജ്ജനം ചെയ്യുകയാണ് വേണ്ടത് നമ്മുടെ ഇന്ത്യ. പക്ഷേ കർത്താവ് അതല്ല ചെയ്തത്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്നിട്ട് ദാവീദ് ചെയ്തത് എന്താ? ഇതൊക്കെ പറഞ്ഞു, ഇത് വായിച്ചിട്ടില്ലേ? എന്നിട്ട് കർത്താവ് പറയുകയാണ്, അതിൻ്റെ 7-ാം വാക്യം, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ. നോക്കണം, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ചിന്തയുമായിട്ട് അത് ചേർന്നും വരുന്നുണ്ട്. ശിഷ്യന്മാർ ചെയ്തത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ തെറ്റ്. കർത്താവ് എന്നാ പറയുന്നേ? നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റമില്ലാത്തവനെ എന്ത് ചെയ്യില്ല? വിധിക്കില്ല. അപ്പോൾ ഈ വിധിക്കുന്നത് വളരെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമ്മൾ വളരെ സൂക്ഷിക്കണം ആ കാര്യം. നമുക്ക് ആർക്കും വിധിക്കാൻ അധികാരമില്ല, പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, മനുഷ്യപുത്രനോ ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ലോർഡ് ഓഫ് ദ സാബത്ത്. മനുഷ്യപുത്രൻ ശബത്തിന് കർത്താവാകുന്നു എന്ന് പറഞ്ഞാൽ എന്നായി പറഞ്ഞത്? ഭയങ്കര ഒരു കാര്യം. അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം മോശ കൊടുത്ത പ്രമാണമനുസരിച്ച് അവരതിനെ അങ്ങ് വലിച്ചു നീട്ടി അവരുടെ വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി കൊടുത്തു. ശബത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് വരെ അവർ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, എത്ര ചുമടെടുക്കാൻ പറ്റുമെന്ന് കണക്കൂട്ടി. അതുകൊണ്ടാണ് ഒരു ശബത്ത് നാൾ വഴി യാത്ര എന്നൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരു ശബത്തിൽ എത്ര ദിവസം നടക്കാൻ പറ്റുമെന്ന് ഇവർക്ക് ഈ പരീശന്മാരുടെ വിഷയം എന്നറിയാം. അവർക്ക് ഈ അവരുടേതാകുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട്. ദൈവം വെച്ച സ്റ്റാൻഡേർഡ് അല്ല, അവർ ചില സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും അതിനകത്ത് വരണമെന്നാ അവരങ്ങ് ഇന്റർപ്രറ്റ് ചെയ്ത് അതങ്ങനെയാണ്. നമ്മളും പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവം പറഞ്ഞതിനേക്കാളും നമ്മൾ നമ്മുടേതാകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും അതിനകത്ത്. എന്നിട്ട് എല്ലാവരും അതിനകത്ത് വരാത്തവനല്ല എന്തുവാ? ശപിക്കപ്പെട്ടവനെ. അല്ലെങ്കിൽ എന്നാണ് നമ്മുടെ ചിന്ത. ഇതേ ഒരു മെന്റാലിറ്റി ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഉടനെ കർത്താവ് പറഞ്ഞു, നോ, ഐ ആം ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ഞാൻ ആ സബത്തിന്റെ കർത്താവ് എന്ന് പറഞ്ഞു. എനിക്കറിയാം അവർ ശബത്ത് ലംഘിച്ചോ ഇല്ലയോ എന്നുള്ളത്. എനിക്കറിയാം. ആ ലോർഡ് ഓഫ് ദ സാബത്ത് ഈ മനുഷ്യരെല്ലാം കൂടെ കർത്താവിനെ അവരുടെ ഈ കൊല്ലണമെന്നും ഒടുക്കി കളയണമെന്നും ഒക്കെ ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്തു? ഐ ഹാവ് നോ ക്വാറൽ വിത്ത് യു. കർത്താവ് എന്ത് ചെയ്തു? അവിടെ അതറിഞ്ഞിട്ട് നോക്കിയേ, കർത്താവിൻ്റെ ആ ഹ്യൂമിലിറ്റി ഒന്ന് ശ്രദ്ധിച്ചേ. ലോർഡ് ഓഫ് ദ സാബത്ത്, ലോർഡ് ഓഫ് ദ സാബത്ത്, ശബത്തിന്റെ കർത്താവ്. ഈ പരീശന്മാരുടെയും ഈ ന്യായ സ്ക്രൈബ്സിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന്
അവരോട് തർക്കിച്ചും വാദിച്ചും ഐ നോ വാട്ട് ഐ എം ഡൂയിങ്, നിങ്ങളാരാ ചോദിക്കാൻ എന്ന് പറയാതെ വാങ്ങിപ്പോയി. അതാണ് യെശയ്യാ പറഞ്ഞത്, അവൻ എന്ത് ചെയ്യില്ല, കലഹിക്കയില്ല. കർത്താവ് കലഹിക്കാൻ നിന്നില്ലെന്ന്, കലഹിക്കയില്ല, നിലവിളിക്കയില്ല. തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ആൻസർ. ക്രൂശിൽ കിടക്കുമ്പോഴും മനുഷ്യപുത്രനെങ്കിൽ ഇറങ്ങി വാന്ന് പറഞ്ഞു. കർത്താവിന് വരാൻ പറ്റുകയില്ലായിരുന്നോ? പറ്റുമായിരുന്നു. കർത്താവ് വന്നില്ല. നോക്കിയേ, കർത്താവിന് ചെയ്യാൻ കഴിവുള്ളപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഹ്യൂമിലിറ്റിയൊക്കെ വരുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിസ്സഹായരാകുമ്പോഴാണ്. ഈ മലയാളത്തിൽ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയും. അങ്ങാടി ഇടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, പിന്നെ വീട്ടിലുള്ളവരോട്, അങ്ങനെയുള്ളവരുണ്ട്. ഒക്കുന്നിടത്ത് എന്ത് ചെയ്യും? എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ അല്ലായിരുന്നു. When he had all the authority, Lord of the Sabbath, Lord of the Sabbath, ശബത്തിന്റെ കർത്താവ്, അവൻ ശബത്ത് ലംഘിച്ചെന്ന് പറഞ്ഞ് കർത്താവിനെ അക്യൂസ് ചെയ്ത് കലഹിക്കാനും കർത്താവിനെ ഇല്ലാതെയാക്കാനും പ്ലാൻ ചെയ്തപ്പം വാങ്ങിപ്പോയി. ഈ ഹ്യൂമിലിറ്റി നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? ആ ഹ്യൂമിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അഷ്വർ യു ഗോഡ് വിൽ ഡിലൈറ്റ് ഇൻ us. നമുക്ക് കഴിവുള്ളപ്പോൾ, തിരിച്ചു പറയാൻ ന്യായമുള്ളപ്പോൾ, തിരിച്ച് ചെയ്യാൻ കഴിയുമ്പോൾ പിതാവിൻ്റെ താല്പര്യം അതല്ലെന്ന് മനസ്സിലാക്കിയിട്ട് വാങ്ങിപ്പോവുക. വീഥികളിൽ എന്ത് ചെയ്യുന്നില്ല? ശബ്ദം കേൾപ്പിക്കുന്നില്ല, കലഹിക്കുന്നില്ല. ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു സേ വാട്ട് ഐ നീഡ് ടു സേ. എനിക്കെല്ലാ റൈറ്റും ഉണ്ട്, എനിക്കെല്ലാ പദവിയുമുണ്ട്. പക്ഷേ ഐ കീപ് സൈലന്റ് because my father does not want me to speak out. So I keep silent. I submit. No wonder the father delights in his son. No wonder. അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞ്, ചതഞ്ഞയോട കുടിക്കില്ല. കർത്താവിൻ്റെ കമ്പാഷനെ, ആരോടായി കമ്പാഷൻ? ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് നോക്കിയാൽ ദീനരെയും രോഗികളോടും മനസ്സലിഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യുക? സൗഖ്യമാക്കുക. എന്നാൽ അതൊന്ന് വൈഡാക്കിയാൽ നമുക്ക് മനസ്സിലാകും. ചതഞ്ഞ ഓടയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതഞ്ഞ ഓട ഒന്നിനും കൊള്ളത്തില്ല. തിരി പുകഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിനെ കെടുത്തി കളയാം, ചതഞ്ഞയോടെ കളഞ്ഞേച്ച് വേറൊരെണ്ണം വേണേൽ എടുക്കാം. ഇതെല്ലാം ഓപ്ഷനുണ്ട്. നമ്മളൊക്കെ അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുകയില്ല? അത് ചെയ്യുകയില്ല. ദ കമ്പാഷൻ ഓഫ് അവർ ലോഡ്. രോഗികളെ കണ്ട് മനസ്സലിഞ്ഞെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരെ കണ്ട് മനസ്സലിഞ്ഞു. ഹിസ് ഹാർട്ട് വെന്റ് ഔട്ട് ടു ദം. ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അവിടെ വേറൊരു കാര്യമുണ്ട്. അവിടെ എന്താണെന്നറിയാമോ? എൻ്റെ ഉള്ളം പ്രസാദിക്കുന്നു, എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ, when the spirit of God is come. ദൈവത്തിൻ്റെ ആത്മാവ് വാസ്തവമായിട്ട് നമ്മുടെ മേൽ വരുന്നു എങ്കിൽ, വാസ്തവമായിട്ട് നമ്മളെ നയിക്കാൻ തുടങ്ങുന്നെങ്കിൽ, നമ്മൾ അതിന് ഈൽഡ് ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിൽ ബലഹീനതയുണ്ട്, പാപമുണ്ട്, എല്ലാം ഉണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന, ദൈവം ഡിലൈറ്റ് ചെയ്യുന്ന ഒരു ജീവിതം, കർത്താവിൻ്റെ ജീവിതത്തിലെ ആ അനുസരണവും പിതാവിൻ്റെ ടൈമിങ്ങിന് വേണ്ടിയുള്ള, പിതാവിൻ്റെ ഹിതത്തിനായിട്ടുള്ള താല്പര്യവും, പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ താഴ്മയും, പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ കരുണയും,
നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ജീവിതത്തിലാ പിതാവ് പ്രസാദിക്കുന്നത്, ഡിലൈറ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ അതിനാ വിലയുള്ളത്. ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതത്തിനാ വിലയുള്ളത്. കാരണം ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒറ്റ ഒരു കമൻറ്റേഷനേ ഉള്ളൂ. ഹാനോക്ക് ചെയ്ത പ്രസംഗത്തെക്കുറിച്ചോ അവൻ നേടിയ ആത്മാക്കളെക്കുറിച്ചോ ഒക്കെ ഉണ്ടാകാം, പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക്. അവൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. നമ്മുടെ ജീവിതവും ദൈവം ആഗ്രഹിക്കുന്ന അതാ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക ആരാ? നമ്മുടെ കർത്താവേ, ആകയാൽ അതിനെനിക്ക് കൃപ തരണമേ, അതിനെന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.